കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവർക്ക് ഉടനെ തന്നെ ഉണ്ടാവുന്ന 5 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഈ വീഡിയോസ് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. കാരണം സ്ട്രെസ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെയും ബ്രെയിനിന്റെയും തമ്മിലുള്ള ബന്ധത്തിനെ അഫക്ട് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള ചാൻസ് കുറച്ചൊന്ന് കുറയും. അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലെങ്കിലും പല ആളുകളും പ്രഗ്നന്റ് ആകുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായ ലക്ഷണമായിരിക്കില്ല നിങ്ങളുടെ ചേച്ചിക്കോ അനിയത്തിക്കോ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ ഗർഭിണിയായിരുന്നപ്പോഴോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല സ്ത്രീകൾക്കും ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് വരുന്ന ബ്ലീഡിങ് വളരെയധികം കുറവാണ്, സ്റ്റിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് പ്രോപ്പർ ആയിട്ടുള്ള വെയിൽ കൂടി വേണം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കാൻ കഴിയുന്ന രീതിക്ക് ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ ഷാമ്പുവോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടായിരിക്കരുത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പ്രോപ്പറായിട്ട് കാർഡ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കൃത്യമായിട്ടുള്ള ടൈമിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ത്രട്ടേൺഡ് മിസ്കാരേജ് എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് 3-4 ദിവസമൊക്കെ ഉണ്ടായിട്ടും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ചേച്ചി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഒരുപാട് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ട് അത് പീരിയഡ്സിന്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഓൾറെഡി ഉള്ള പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് മെഡിസിൻ പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് മേടിച്ച് കഴിക്കുന്നവരുണ്ട്. നിങ്ങൾക്കറിയാം, ഡോക്ടേഴ്സ് എഴുതി തന്ന പീരിയഡ്സ് വരാൻ വേണ്ടിയിട്ടുള്ള പല മെഡിസിൻസും ചിലപ്പോൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് ചേർന്നിട്ടുള്ളതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പലർക്കും ആ ഒരു പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ട് അത് കാരണമാകും. ചില ആളുകൾ പ്രഗ്നൻസി ആണോ അറിയോ എന്നറിയാതെ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകളും അതുപോലെ ഇഞ്ചിവെള്ളവും ഒക്കെ കുടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലക്ഷണങ്ങൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, ബ്രഷ് ചെയ്യുന്ന സമയത്ത് വായിലൊരു വഴുവഴുപ്പ് നമുക്ക് അനുഭവപ്പെടുക. വഴുവഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വായിൽ എന്തോരം മ്യൂക്കസ് എന്തോ ഒന്ന് ഇരിക്കുന്നത് പോലെ, വായ അങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കാത്തത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത് മോർണിംഗിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. കാരണം നമ്മുടെ വായിൽ പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റ് കടന്നു പോകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്കത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില ആളുകൾ ഈ ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം വൊമിറ്റ് ചെയ്തിട്ട് രാവിലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ വൊമിറ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് എഴുന്നേറ്റ് വന്നതിന് ശേഷവും പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയങ്ങളും ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്തും വായിൽ ഇതുപോലെ ഒരു വഴുവഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. സാധാരണയായിട്ട് നമ്മുടെ വായിക്ക് മറ്റുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഉമിനീര് ഇങ്ങോട്ട് ഇറക്കി വിടും, അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും പല ഹോർമോൺസും നമുക്ക് പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ രാവിലത്തെ സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു വ്യത്യാസം നിങ്ങളുടെ വായയിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പലരും മഞ്ഞ കളറുള്ള വെള്ളമാണ് ഇത് ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും വൊമിറ്റ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത്. വായിൽ വഴുവഴുപ്പ് വരും, ബ്രഷ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റില്ല, വൊമിറ്റ് ചെയ്ത് പോകും. ഇത് തുടർച്ചയായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ ഒരു ലക്ഷണം കാണുന്നുണ്ട്. നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക. ചൊറിച്ചിൽ നമുക്ക് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ആകുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ചൊറിച്ചിൽ ഉണ്ടാകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വയറ്, നമ്മുടെ ബ്രസ്റ്റ്, നമ്മുടെ തൊടയുടെ ഇടുക്കിലുള്ള ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് വയറിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നതിന്റെ റീസൺ നമ്മുടെ സ്കിന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. എസ്പെഷ്യലി നിങ്ങളുടെ പ്രഗ്നൻസി ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ആ ഒരു സ്ട്രെച്ചിങ് നമുക്ക് എളുപ്പത്തിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ വലിഞ്ഞു വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്ന് വലിയുമ്പോഴേക്കും അവിടെ നമുക്ക് ചൊറിച്ചിലുണ്ടാകും. ചിലർക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസും കൂടുതലായിരിക്കും. രണ്ടാമത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബ്രസ്റ്റിലായിരിക്കും. ബ്രസ്റ്റ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ, ഫസ്റ്റത്തെ മന്ത് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബ്രസ്റ്റിന്റെ ആ ഒരു വലിപ്പം വെക്കാനായിട്ടൊക്കെ ചാൻസസ് കൂടുതലാണ്. വലിപ്പം സ്കിന്നിന് വെച്ച് വരുംതോറും നമ്മുടെ ആ ഒരു പോർഷനിൽ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് ചൊറിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ മാന്തിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ സ്ട്രെച്ച് മാർക്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം.
മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് അലർജീസ് തുടർച്ചയായിട്ട് വരിക. ഒരുപാട് പേരുണ്ട്, ഡസ്റ്റ് അലർജി ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് പൊടിയുടെ അല്ലാതെ പൂവിന്റെ മണമൊക്കെ കേൾക്കുമ്പോൾ അലർജീസ് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു അലർജിയും ബുദ്ധിമുട്ടും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് പൊടിയടിച്ചാലോ ചെറുതായിട്ട് മറ്റേതെങ്കിലും അസ്വസ്ഥതകൾ ഒന്ന് തണുത്തോളം കുടിച്ചാലോ നമുക്ക് അപ്പം തന്നെ ജലദോഷം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും തുമ്മലുണ്ടായിരുന്ന ഒരാളാണ്. തുമ്മി ഞാൻ ലാസ്റ്റ് ഡോക്ടറോട് ചോദിച്ചു, ഈ തുമ്മിന കൊണ്ട് എനിക്ക് കുഞ്ഞ് നഷ്ടമായി പോകുമെന്ന് ഞാൻ ചോദിച്ചു. കാരണം അത്രയും തുമ്മലായിരിക്കും എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവുന്ന സമയമാണ് പ്രഗ്നൻസിയുടെ ടൈം, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അലർജി കൂടുതലായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ഒന്ന് തുമ്മിയെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എത്ര തുമ്മിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുഞ്ഞ് നഷ്ടമായി പോകുമെന്ന് വിചാരിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് സമാധാനിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ. ഇത്തരത്തിലുള്ള കോൾഡും അലർജീസും ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെഡേറ്റീവ് ഡോസ് ഉള്ള മെഡിസിൻസ് കഴിക്കരുത്. ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. തുമ്മലിനൊക്കെ ഉള്ള മെഡിസിൻസ്, നമ്മൾ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൽ നമുക്കൊരു സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. നമ്മൾ തളർന്ന് കിടന്നുറങ്ങുന്നത് പോലുള്ള മെഡിസിൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ മേടിച്ച് കഴിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ചെറിയൊരു ജലദോഷം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെയിൻ കില്ലർ, ആ പനിയുടെ മരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. അവരും അൺവാണ്ടഡ് ആയിട്ട് പ്രഗ്നൻസി സ്റ്റാർട്ടിങ് സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊന്നും മെഡിസിൻസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നതെങ്കിൽ കൂടി തന്നെ ഡോക്ടറോട് പറയുക, പ്രഗ്നൻസി നോക്കുന്നുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണ്, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണെന്നുള്ള കാര്യം ഡോക്ടറോട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾക്ക് പറ്റുന്ന മെഡിസിൻ ആയിരിക്കില്ല അങ്ങനെയുള്ള അല്ലാത്തൊരാൾക്ക് പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിസിൻ എടുക്കുക. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റിൽ ഇൻക്രീസ് വരിക. ചില ആളുകൾക്ക് ഹൃദയമിടിപ്പ് ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടും. നമുക്ക് എക്കോ ഒന്നും ചെയ്തിട്ട് നോർമലായിട്ടൊന്നും പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടും കണ്ടുവരാറുണ്ട് കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബോഡിയുടെ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നോർമലി എത്രത്തോളമാണോ ഉണ്ടായത് അതിനേക്കാളും കൂടുതലായിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് പലർക്കും നമുക്ക് ആ ഒരു ഹൃദയമിടിപ്പ് കുറച്ചൊരു സമയത്തേക്ക് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ പക്ഷെ നമുക്ക് തുടർച്ചയായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടേതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറിപ്പോയി ഇരിക്കരുത്. തുടർച്ചയായിട്ട് ആ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക, എക്കോ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. പക്ഷേ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിലും പല സ്ത്രീകൾക്കും നമുക്ക് ഹൃദയമിടിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് ആ ഒരു വയറിന്റെ ഭാഗത്ത് ബീറ്റിംഗ് അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. വയറ് നല്ലതുപോലെ ഇങ്ങനെ തുടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി അത് കുഞ്ഞ് ചവിട്ടുന്നതാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത്രയും സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും നമുക്ക് കുഞ്ഞിന്റെ ആ ഒരു ചവിട്ടിലൊന്നും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത് കേട്ടോ. അടുത്ത ലാസ്റ്റത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഹെമറോയിഡ്സ് ആണ്. ഇത് നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നമുക്ക് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു തടിപ്പ് അവിടെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. കോൺസ്റ്റിപ്പേഷനിൽ നിന്നാണ് അല്ലെങ്കിൽ മലബന്ധത്തിൽ നിന്നാണ് ഇത് ആദ്യം തന്നെ തുടങ്ങുന്നത്. മലബന്ധം നമുക്ക് വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരിക, നമ്മൾ പ്രഷർ കൊടുത്തിട്ട് മോഷൻ പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴേക്കും അടുത്തൊരു പടിയായിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് ഇങ്ങനെ ഒരു തടിപ്പ് ആ ഒരു ഹോളിൽ നമുക്ക് ഫീൽ ചെയ്യുക. ചില ആളുകൾക്ക് ആ ഒരു തടിപ്പിൽ അങ്ങനെ വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചില ആളുകൾക്ക് ആ തടിപ്പിൽ വേദന അനുഭവപ്പെടും. ആ വേദന ഉണ്ടായിട്ടും തടിപ്പ് വന്നിട്ട് നമ്മൾ പിന്നെയും കൂടി പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ചിലർക്ക് അവിടെ പൊട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. ആ ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടായത് പ്രഗ്നൻസി ആയതുകൊണ്ടാണെങ്കിൽ പ്രഗ്നൻസി നമുക്ക് ആ ഒരു കുറച്ച് ടൈമൊക്കെ ആകുമ്പോഴേക്കും, ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും ആ ബുദ്ധിമുട്ട് കുറേയും കൂടി നമുക്ക് കൂടും. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞ് ഹോർമോൺസ് ഒക്കെ ബാലൻസ് ആയി കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് തനിയെ മാറുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ പ്രവർത്തനം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ച് ഡൈജഷൻ സിസ്റ്റം സ്ലോ ആവുകയും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മോഷൻ പോകാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് അല്ലാത്ത ഒരാളാണ്, മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കാൻ ശ്രദ്ധിക്കുക. ചീര കഴിക്കുക, അതിലൊക്കെ ഒരുപാട് നാരിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ മാംഗോ കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ ബനാന കഴിക്കുന്നത് നല്ലതാണ്, നെയ്യ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മോഷൻ കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത്തരത്തിലുള്ള തടിപ്പോ അല്ലെങ്കിൽ മലബന്ധമോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ മോഷൻ പാസ് ചെയ്യരുത്. ഒട്ടും ഇത്തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മോഷൻ പോകുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ പറയുക. അതിനനുസരിച്ചിട്ടുള്ള ഒരു സിറപ്പ് നിങ്ങൾക്ക് കിട്ടും.
അത് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങളുടെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നില്ലെങ്കിൽ ഡേറ്റ് മിസ്സായി 5 ദിവസം കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് പേരോട് കമന്റ്സിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം ഒരു 100 പേരോടെങ്കിലും ഈ കാര്യം ഞാൻ കമന്റിൽ പറയുന്നുണ്ടാകും. രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ഏർലി സ്റ്റേജിൽ ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഹോർമോൺസിന്റെ അളവ് ശരീരത്തിൽ ഫ്ലക്ച്വേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. യൂറിൻ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഡൈല്യൂട്ടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ കൂടി തന്നെയും കൃത്യമായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് കിട്ടില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം രാത്രി നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുന്നില്ല, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ യൂറിനിൽ HCG ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് 2-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കൗണ്ട് ചെയ്ത് നിങ്ങൾ പറയുക. അതാണ് കേട്ടോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.